ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗൂഗിൾ പേ സ്കാൻ ചെയ്യാറുണ്ട്, സ്കാൻ ചെയ്തിട്ട് QR കോഡ് വഴിയൊക്കെ സ്കാൻ ചെയ്ത് ഉപയോഗിക്കാറൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കച്ചവടം തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ സ്ക്രീൻ എന്താ പറയുക QR കോഡിന് സെറ്റ് ചെയ്യുക എങ്ങനെയെന്ന്. ഇപ്പോൾ നമുക്ക് ഒരു 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു 100 രൂപ നമുക്ക് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള QR കോഡിൽ ആ ഒരു 100 രൂപ മാത്രം നമ്മൾ ഫിക്സ് ആക്കി ഇപ്പോൾ ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 100 രൂപ നേരെ എമൗണ്ട് അടക്കം സെറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഗൂഗിൾ പേ എടുത്ത് അതിന് മുകളിലുള്ള നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ പോവുക. ഞാൻ പ്രൊഫൈൽ പിക്ചറിൽ പോയി നമ്മളെ പ്രൊഫൈലിൽ പോവുക. ഇവിടെ സ്ക്രീൻ മറ്റേ നമ്മുടെ QR കോഡ് ഇപ്പോൾ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ QR കോഡിലൊരു നിശ്ചിത എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലുള്ള 3 ഡോട്ടിൽ പോയിട്ട് സെറ്റ് എമൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അതിനപ്പോൾ നമുക്കിവിടെ എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു QR കോഡ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ QR കോഡ് വഴി നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു 50 രൂപ എമൗണ്ടിലേക്ക് നേരെ വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത QR കോഡ് ഇവിടെ ഉണ്ടാവും, കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ എമൗണ്ടൊക്കെ ഇവിടെ സെറ്റ്, ഇപ്പം താഴെ നിങ്ങൾക്ക് കാണാൻ എമൗണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് നമുക്കൊരു QR കോഡ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ QR കോഡ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ചാരിറ്റിയുടെ ഒക്കെ വീഡിയോസിലൊക്കെ QR കോഡ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ QR കോഡിൽ എങ്ങനെ നമുക്ക് പേ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കാൻ എനി QR കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ. അതിനുശേഷം ഇവിടെ നമ്മുടെ അപ്ലോഡ് ഫ്രം ഗാലറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു QR കോഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആ സെറ്റ് ചെയ്ത ആ എമൗണ്ട് അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് QR കോഡ് മറ്റുള്ളവർക്ക് വേണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.